എം ടി വാസുദേവൻ നായർ നിർമാല്യം സിനിമ ഇന്നാണ് എടുക്കുന്നതെങ്കിൽ എം ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുമായിരുന്നില്ല എന്ന കാര്യത്തിൽ സംവിധായകൻ കമലിന് ഉറപ്പുണ്ട്. കേസും കോടതിയും നിരോധനവും നേരിടേണ്ടി വന്നേനെ. എം ടിയോടുള്ള BJPയുടെ എതിർപ്പിന് പിന്നിൽ ഈ മുൻകാല പ്രാബല്യവും ഉണ്ടാകുമോ? കേരളത്തിലാണോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ലജ്ജ തന്നെ തോന്നുകയാണ് ഈ 2017. തുഞ്ചൻ പറമ്പിനെ സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് എം ടിക്കെതിരെ അന്ന് എതിർപ്പുമായി മുന്നോട്ട് വന്നെങ്കിൽ അതിന് മറ്റൊരു അജണ്ടയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. തുഞ്ചത്തെഴുത്തച്ഛനെ അവർക്ക് ഹൈജാക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അല്ല, അതാണ് ഈ കമൽ എന്ത് അടിസ്ഥാനത്തിലായത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 1973 നിർമാല്യം എന്ന സിനിമ ചെയ്യുമ്പോൾ എം ടിയെ പോലെ ഒരുപക്ഷെ അന്നത്തെ അന്തരീക്ഷം അദ്ദേഹത്തിന് അനുകൂലമായിരുന്നിരിക്കും. അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്നാണെങ്കിൽ എം ടിക്കല്ല ആർക്കും അതിന് കഴിയില്ല എന്നുള്ളതും വലിയൊരു സത്യമാണ്. എന്താ ഈ ഫ്ലാഷ് ബാക്ക് അവർ ആലോചിക്കുന്നുണ്ടാവും. അന്ന് അവർക്ക് എം ടിയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആ പക കീറി പുകയുന്നുണ്ടായിരിക്കണമെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. BJPക്ക് അങ്ങനെ പകയുണ്ടെന്ന് കമലിനോട് ആര് പറഞ്ഞു? കമൽ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എം ടി അവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല. എം ടിയുടെ എഴുത്തായാലും എം ടിയുടെ സിനിമകളായാലും പരിശോധിച്ചാൽ നമുക്കറിയാം. എം ടി അസുരവിത്തിൽ ഗോവിന്ദൻകുട്ടിയെ മുസ്ലിമാക്കി കൺവെർട്ട് ചെയ്തു. ഇന്നായിരുന്നെങ്കിൽ ലവ് ജിഹാദോ അല്ലെങ്കിൽ അതിന് എന്ത് പേരിട്ടായിരിക്കും ആ സിനിമയെ ഇവിടെ ഏത് രീതിയിലായിരിക്കും കാണുക എന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഗോവിന്ദൻകുട്ടി എങ്ങനെ മുസ്ലിമായി എന്ന് ചോദിക്കേണ്ടി വരുന്നൊരു ജനതയാണ്. BJPക്ക് അങ്ങനെ എതിർക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ BJP എതിർക്കും. BJPക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഏത് കാലഘട്ടത്തിലും BJP പറയുന്നതിനെ പിന്തുണയ്ക്കാൻ എത്ര ആളുണ്ട് എന്ന് നോക്കാതെ BJP പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഒരു ദീർഘദർശിയായ എഴുത്തുകാരന് മുൻകൂട്ടി കാണാൻ കഴിയുന്നു ഈ പ്രധാനമന്ത്രിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ജനങ്ങളുടെ ഒരു വാഗ്ദാനം നിറവേറ്റാൻ കഴിയില്ല എന്ന് ദീർഘദൃഷ്ടിയായ ഒരു എഴുത്തുകാരൻ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അദ്ദേഹം അതിനാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയാൻ ആരാണെന്നുള്ളൊരു മറുചോദ്യം പോലും ഈ സമൂഹത്തിൽ നിന്ന് അത്ര ശക്തമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടത്. ഇപ്പോ തൽക്കാലം കമലിനെതിരായിട്ട് വന്നിട്ടുള്ള പല ഇഷ്യൂസിൽ നിന്നും അതിനെ ഒന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കമൽ ഇപ്പോൾ ഇതിന്റെ മുകളിൽ കയറി പിടിച്ചിരിക്കുന്നത്. ദേശീയ ഗാനത്തെ തള്ളിപ്പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് അത് ചെയ്യുന്നത് ഒരു മുസ്ലിമാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദേശസ്നേഹം, ദേശീയത എന്നൊക്കെ പറയുന്നത് ചിലർക്ക് മാത്രം സംവരണം ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ള ഒരു വലിയ ഗൂഢോദ്ദേശം അതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിന് മറുപടി പറയാൻ കമലിന് ദേശീയ ഗാനത്തിന്റെ പ്രശ്നത്തിൽ മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് കമൽ ഈ പ്രശ്നം ഏറ്റെടുത്തിട്ട് മറുപടി പറയാൻ. ഇവിടുത്തെ സാമ്പത്തിക പരിഷ്കാരമോ കള്ള പണത്തിനെതിരെയോ കള്ളനോട്ടിനെതിരെയോ ആണെന്നുള്ള വെറും പറച്ചിലുകളല്ല അതിൻ്റെ പുറകിലുള്ള വലിയ സത്യം. ഒരു ജനതയെ തൻ്റെ വരുതിയിൽ ആക്കി തീർക്കുക എന്ന് പറയുന്ന വലിയ ഫാസിസ്റ്റ് അജണ്ടയാണ് നടപ്പിലാക്കുക. അതിനെയാണ് എം ടിയെ പോലുള്ള ദീർഘദർശികളായിട്ടുള്ള എഴുത്തുകാർ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് എം ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല, കമലിന് ഉണ്ടായിട്ടുള്ള പരിക്ക്, ആ പരിക്ക് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കമൽ ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. ഇവിടെ എം ടി വാസുദേവൻ നായരിനും കമലിനും എം ബഷീറിനും മാത്രമല്ല, ഇവിടെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മതേതരമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കില്ല. അവിടെ ജാതിയും മതമൊന്നും ഉണ്ടാവില്ല. എം ടി വാസുദേവൻ നായർ എന്ന് പോലും അവർ പരിഗണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർ എം ടി അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ദേശീയ ഗാനത്തിന്റെ പ്രശ്നത്തിൽ കമലിന്റെ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവന്നത് BJP ആണെന്നുള്ളതിലുള്ള ഒരു വിഷമമുണ്ട് കമലിന്. എം ടിക്ക് പിന്തുണയുമായി കൃഷിമന്ത്രി സുനിൽകുമാർ എം ടിയുടെ കോഴിക്കോട്ടെ വസതിയിൽ എത്തിയപ്പോൾ ഒരു പ്രത്യേക സമ്മാനവും കരുതിയിരുന്നു, ഒരു പ്ലാവിൻ ചെടി. കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരത്തിന് വിരുദ്ധമായ നിലയിൽ BJP പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായി പ്രതികരിക്കേണ്ടത് കേരളീയ ജനതയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നത്. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഐക്യദാർഢ്യത്തിൻ്റെ ഒരു പ്ലാവും തൈ കൊടുത്ത് പോകാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ കയ്യിലത് കൊടുത്തു.
എം ഡിക്കുള്ള കൃഷിമന്ത്രിയുടെ ഐക്യദാർഢ്യ മരം വേഗം വളർന്ന് കായ്ഫലം നൽകുമാറാകട്ടെ. വക്രദൃഷ്ടി ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ